So hello guys, IC Spikes here. Guys, നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് കേവ് ലൈഫുമായിട്ടാണ്. സുധിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ടാണ് നമുക്ക് എന്തുകൊണ്ട് മൈൻക്രാഫ്റ്റിൽ കേവ് ലൈഫ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് തുടങ്ങിക്കൂടാതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കേവ് ലൈഫിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പോണത്. അവിടെ ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് കേവിലേക്ക് കടക്കാൻ ഒരു ദിവസം ടൈമുണ്ട്. ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റുന്ന അത്ര റിസോഴ്സസ് ഫാസ്റ്റ്ലി കളക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ അതിൻ്റെ ഒരു ടൈം ലാപ്സിലേക്ക് മൈൻക്രാഫ്റ്റിലെ 1 ഡേ ഒരു ടൈം ലാപ്സിലേക്ക് കടന്നു. ഇപ്പം തീരാറായിട്ടുണ്ട്. നമുക്കിനി കേവിലേക്ക് ഇറങ്ങാം. ഞാൻ കണ്ടുവെച്ചത് ഈ കേവിലേക്ക് ഇറങ്ങാമെന്നാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഈ കിടന്നുറങ്ങിയതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ നമ്മുടെ വേൾഡിന് ഒരു നോക്കി കാണുക. പിന്നെ നമ്മുടെ ഫുൾ ലൈഫ് ഓഫ് ദിസ് സീസൺ, നമ്മുടെ ഈ സീരീസ് മുഴുവനും നമ്മൾ കേവിൻ്റെ ഉള്ളിൽ. അപ്പോൾ വേൾഡിനും ഇവിടെ ആയിട്ടുള്ള വില്ലേജിനും ബൈ. ഞാൻ വേഗം തന്നെ കേവിൻ്റെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഞാൻ ഇവിടെ നിന്ന് ഇത് വെച്ച് സ്പോൺ പ്രൂഫ് ചെയ്തേ. എൻ്റെ പൊന്നേ, ഞാൻ മിക്കവാറും ചാവും. എത്ര ദൂരത്തേക്ക് പോകണം. ഒരുവിധം നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കേണ്ട രീതിയിൽ നമ്മൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ടോർച്ചും കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ അങ്ങ് ഇതാക്കിയിട്ടുണ്ടായി. അതാണ് ബാക്കി ടോർച്ചും. ഇവിടെ ഒന്ന് ലൈറ്റപ്പ് ചെയ്താലേ ഇനി നമ്മുടെ അടുത്തേക്ക് ഒരു ജീവി പോലും കയറി വരാണ്ട് നമുക്ക് കുറേ അധികം ഭാഗങ്ങൾ ക്ലോസ് ചെയ്യാനുണ്ട്. കുറച്ചധികം ഭാഗങ്ങൾ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാണ്ട് സോംബിയും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി അതിൻ്റെ പണിയിലേക്ക് കടക്കാം. കുറേ ഏരിയകളിൽ കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ സ്റ്റോൺ ടൂൾസും കാര്യങ്ങളൊക്കെ വേഗം കളക്ട് ചെയ്യും. നമ്മൾ സ്റ്റോണും കാര്യങ്ങളും വേണ്ടി ഞാൻ അത്യാവശ്യം ഒരു സ്റ്റാക്ക് അങ്ങനെ കോബിൾ സ്റ്റോൺ കാര്യങ്ങൾ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇല്ലാണ്ട് നമുക്ക് സോംബികളെല്ലാം നമ്മൾ അറ്റാക്കുന്നത്. നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ ഒരു കിഡിലൻ ബേസ് ആക്കണം. അതാണ് നമ്മുടെ വരുന്ന എപ്പിസോഡുകൾക്ക് നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടന്റ് തന്നെ ഞാൻ ആലോചിച്ചിരുന്നിടയ്ക്ക് കിട്ടിയത് സുധി ബ്രോയുടെ ഐഡിയസിൽ നിന്നാണ്. അപ്പോൾ സുധി ബ്രോടൊപ്പം തന്നെ ഞാനും കളിച്ചു പോകുന്നതാണ്. ഞാൻ റാൻഡമിൽ എടുത്ത സീഡാണ് സുധി ബ്രോനെ പോലെ, സുധിയുടെ സീഡല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടേക്ക് ഒന്ന് മൂടട്ടെ, അല്ലെങ്കിൽ പണിയാവും. വേഗം നമുക്കിപ്പോൾ അത്യാവശ്യം ഈ ഒരു ഇത്ര ഏരിയ മതി, ഒരുപാട് ഏരിയ വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് ഒരുപാടുണ്ടല്ലോ മൂടാൻ. ഇവിടെ മൂടി വയ്ക്കാം. നിങ്ങൾ നേരെ ഒരു ടൈം ലാപ്സ് ഉണ്ടോ ഗൈസ്?
അപ്പോൾ ഗൈസ് നമ്മുടെ കേവ് ലൈഫിലെ സെക്കൻഡ് അവിടെ നിന്നൊരു വെളിച്ചം. പിന്നെ അവിടെയും ഉണ്ടോ മോർണിംഗ് വ്യൂ. നമ്മുടെ വീണ്ടും ഒരു ദിവസം ചിലവഴിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഭയങ്കരമായിട്ടും കോബിൾ സ്റ്റോൺ വെച്ചാൽ അടച്ചു. കാരണം അവിടെ ഒന്ന് സോംബീസ് പോണതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് സൈഡ് കാണും. ഇതെന്ത് കഷ്ടമാണ്. കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കണില്ല, നമ്മൾ ചാവാണ്. നമുക്കിവിടെ ഒരു ചെസ്റ്റും ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ ഉണ്ടാക്കി വെക്കാം. പിന്നെ ഗൈസ് നമ്മൾ ഒരു ദിവസം നമുക്ക് ഫുൾ ഔട്ട് സൈഡ് നിൽക്കാൻ പറ്റിയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഫുഡും സാപ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അതുകൊണ്ട് നമുക്കത് ഇപ്പോൾ ഒരു ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഉള്ളിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കുഞ്ഞ് വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിന്ന് കേവ് ലൈഫിൻ്റെ ഒരു എപ്പിസോഡ് തുടങ്ങി എന്നുള്ളൊരു ഇത് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അടുത്ത എപ്പിസോഡ് പോലെ നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ കിഡ്ലോസ്കി ബംബ്ലോസ്കി ആക്കി നമ്മൾ സെറ്റാക്കുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ് ആയിരിക്കുക. താങ്ക് യു ഫോർ സുധി. അപ്പോൾ എല്ലാവർക്കും ബൈ.